ഹലോ മക്കളെ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിലെ ഒരു കൺസെപ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MOC ആൻഡ് PPC. അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊരു ടേബിളിലാക്കി പഠിച്ചാലോ. MOC കൂടുമ്പോൾ എന്തായിരിക്കും PPCയുടെ ഷേപ്പ്, MOC കുറയുമ്പോൾ എന്തായിരിക്കും PPCയുടെ ഷേപ്പ്, MOC ഇനി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും PPCയുടെ ഷേപ്പ്. നമുക്ക് MOC കൂടുന്ന സമയത്ത്, അതായത് MOC ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. കണ്ടോ, നിങ്ങൾ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം, കോൺകേവ് ആയിരിക്കും നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, MOC കുറയുകയാണെങ്കിൽ നമ്മുടെ PPC എന്ന് പറയുന്നത് തിരിച്ചിങ്ങോട്ടുള്ള വട്ടം എന്താണ്, കോൺവെക്സ് ആണ്. നിങ്ങൾക്ക് ആ ഇമേജിൽ കാണാലോ, ദേ കണ്ടോ, കോൺവെക്സ് ആണ്. ഇനി അഥവാ MOC കോൺസ്റ്റന്റ് ആയിട്ട് 1 ആണെങ്കിൽ ഫുൾ 1 1 1 1 എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ, MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും PPCയുടെ ഷേപ്പ്? PPC വന്നിട്ട് ലീനിയർ ഷേപ്പിലായിരിക്കും. എന്തായിരിക്കും? ലീനിയർ ഷേപ്പ്. സോ പഠിച്ചു വെക്കുക, ഇൻക്രീസിംഗ് ആണെങ്കിൽ കോൺകേവ്, ഡിക്രീസിംഗ് ആണെങ്കിൽ കോൺവെക്സ്, ലീനിയർ എപ്പോഴും ഉണ്ടാവുന്നത്, കോൺസ്റ്റന്റ് ആവുന്നത്. MOC കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് PPC ലീനിയർ ഷേപ്പിൽ ഇരിക്കുന്നത്. ഇത് റിപ്പീറ്റഡ്ലി 1 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ദിവസം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 10 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് രാത്രി 7 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. കൃത്യം 7 മണിക്ക് എല്ലാ മക്കളും നമ്മുടെ ലൈവിൽ പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.